ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇതാ OTTയിലേക്ക് എത്തുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ ഒരു സിനിമ OTTയിലേക്ക് എത്തിക്കുന്നത്. വമ്പൻ റെക്കോർഡ് തുകയ്ക്കാണ് ഈ ഒരു സിനിമ OTTയിലേക്ക് വിറ്റുപോയത്. 2 മാസം സിനിമ നിറഞ്ഞ് തിയേറ്ററുകൾ ഓടിയതിന് ശേഷമാണ് ഇതാ OTTയിലേക്ക് വരുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. സാധാരണ 28-30 ദിവസം കഴിയുമ്പോൾ OTTയിലേക്ക് പോകുന്ന ചിത്രം ഇന്ന് 60 അല്ല 65 ദിനത്തിനടുത്തെത്തുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് അല്ലെങ്കിൽ OTTയിലേക്ക് വിടുന്നത്. ഒക്ടോബർ 31-നാണ് സിനിമ OTTയിലേക്ക് എത്തുന്നതായി ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റും. നേരത്തെ വന്ന അപ്ഡേറ്റുകളിൽ ഒക്ടോബർ 23 എന്നുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്തിൽ ചില സാങ്കേതിക കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പുറത്തുവിടാഞ്ഞത്. വേറെ ഒന്നുമല്ല, മൾട്ടിപ്പിൾ ഭാഷയിലാണ് ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തേക്ക് വരുന്ന OTTയിൽ. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി ഇത്ര ഭാഷകളിൽ. അപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളുടെയുമൊക്കെ പുരോഗതി അതിനകത്തുള്ള ചെറിയ തടസ്സങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു ഈ സിനിമ ഒരാഴ്ച കൂടെ നീണ്ട് പോയിരിക്കുന്നത്. എന്തായാലും ഒരു വമ്പൻ വിപ്ലവകരമായിട്ടുള്ള ഒരു സംഭവമാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ സിനിമ കൊണ്ടുവന്നത്. ആദ്യ 300 കോടി. ഒരു സൂപ്പർ താരമില്ലാതെ സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് മലയാള സിനിമ മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ള ചിന്ത പല ആളുകളും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തള്ളിമാറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കൊടുത്താൽ അത് എത്തിക്കോളുമെന്ന് കാണിച്ചു തന്ന ചിത്രമാണ് ലോകയുടെ ഇനിയും വരുന്ന സീരീസ് എല്ലാം ഇതിൻ്റെയൊക്കെ മുകളിൽ പോകുന്ന ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് അടിവരയിട്ട് പറയണം. അമ്മാതിരി സിനിമകളായിരിക്കും എന്നുള്ളതും ഉറപ്പിക്കാം. കാരണം ജനങ്ങൾ അത്രത്തോളം കാത്തിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര വരുമ്പോൾ ഒരു വനിതാ മേധാവിത്വത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനായി വരുന്നു. അതേപോലെ തന്നെ ഇവിടെ കേരള സ്റ്റോറിക്ക് മുകളിൽ ഈ സിനിമ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നു. 303 കോടിയും കടന്ന് സിനിമ വേൾഡ് വൈഡായിട്ട് ഇപ്പോഴും നല്ല ലെവലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ചിലരുടെയൊക്കെ കരച്ചിൽ ഇവിടെ തീരുന്നതായി നമുക്ക് കാണാം. കാരണം ഈ ഒരു സിനിമ OTTയിലേക്ക് ഇറങ്ങാത്തതുകൊണ്ട് ചില ചാനലുകാർക്ക് വലിയ വെപ്രാളമായിരുന്നു. കാരണം അവരുടെ താരത്തിന്, അവർക്ക് പ്രത്യേകതരം ഒരു താരത്തെ മാത്രം ഇഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തി, അത് ഒരിക്കലും അദ്ദേഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ബാക്കിയുള്ള ആളുകളുടെ സിനിമ വിജയിക്കുന്നത്. പല രീതിയിൽ തകർക്കാൻ നോക്കി. ലാസ്റ്റ് കല്യാണിയുടെ സിനിമ എന്നുള്ളത് പറയുന്നു. അങ്ങനെ പല കഥകളും പറഞ്ഞിട്ടും ആ വിഷമം തീരാതെ ആ വ്യക്തി അങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിനും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്കും സമാധാനം കിട്ടുകയാണ്. ലോകം അങ്ങനെ OTTയിലേക്ക് എത്തുന്നു. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇത് അഭിമാന മുഹൂർത്തം തന്നെയാണ്. അന്യഭാഷാ ചിത്രങ്ങളിൽ മാത്രം നമ്മൾ കണ്ട 200-300 കോടിയുമൊക്കെ ഒറിജിനലായിട്ട് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ലോക വന്നപ്പോഴാണ് എന്നുള്ളതാണ്. സമീപകാലത്താണ് മലയാള ഫിലിം ഇൻഡസ്ട്രി 100 കോടിയിലേക്ക് പോലും എത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. 100 കോടിയൊക്കെ എത്താൻ ബുദ്ധിമുട്ട് എന്തോരം ഉണ്ടെന്നുള്ളതും അത് കാണിച്ചു തരികയാണ്. അതുമാത്രമല്ല, 300 കോടി 200 കോടി എന്നൊക്കെ തള്ളി വെളുപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഈ ഒരു സിനിമ 300 കോടിയിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്ന എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു എന്നുള്ളതുമൊക്കെ കാണിച്ചു തരികയാണ്. ജനങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഹെവി പോസിറ്റീവ് വന്ന, ലോകമെമ്പാടും അത്രത്തോളം മികച്ച സിനിമ എന്ന പേര് വന്ന, ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് ഉള്ള ഒരു ചിത്രമായി ഹിന്ദി, തമിഴ്, കന്നഡ എല്ലായിടത്തും തെലുങ്കിലുമൊക്കെ ഏറ്റെടുത്ത ഈ ഒരു ചിത്രം 300 കോടി എത്താൻ എടുത്ത സമയവും അതിൻ്റെ എഫേർട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതെല്ലാം പെയിനുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പലപ്പോഴും 100-ഉം 150-ഉം 200-ഉം ഒക്കെ തള്ളുന്ന വെറും തള്ളായിരുന്നു എന്നുകൂടി ഈ ഒരു സിനിമ വ്യക്തമാക്കി തരികയും ചെയ്യുന്നു. എന്താണേലും ലോക അങ്ങനെ OTTയിലേക്ക് എത്തുകയാണ്. അപ്പോൾ സിനിമ ഇതുവരെ തിയേറ്ററിൽ കാണാത്തവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമയൊന്ന് കാണാം. നിങ്ങൾക്ക് OTTയിൽ കണ്ട് സായുജ്യമറിയാം. അതുമാത്രമല്ല, ഇനിയിപ്പോൾ തിയേറ്ററിൽ കണ്ടവർക്കാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ അങ്ങനെയും ഒരു അവസരം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആരൊക്കെയാണ് ഈ OTTയിലേക്ക് ഈ സിനിമ വരുന്നതിന് കാത്തിരുന്നത് ഒക്കെ ഒന്ന് പറയാം. OTTയിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ സിനിമയുടെ റെസ്പോൺസ് വരിക എന്നെല്ലാം നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും.